ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിസൈൻ ഓഫ് കീ. നമുക്കറിയാം, ഒരു കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കീയുടെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാഫ്റ്റിൽ നിന്ന് ഹബിലേക്ക് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതിൻ്റെ സെക്കൻഡറി ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫ്റ്റിൽ നിന്ന് അതിൻ്റെ ജോയിൻറ്റ് മെഷീൻ എലമെൻറ്റിലേക്കുള്ള റിലേറ്റീവ് മോഷനെ പ്രിവെൻറ്റ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ഒരു കീയുടെ രണ്ട് ഫങ്ഷൻസ്. കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലത്തെ റൊട്ടേറ്റിംഗ് എലമെൻറ്റിൻ്റെ ഒരു സെക്യൂറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കീ നമ്മൾ ഷാഫ്റ്റിൻ്റെ മുകളിൽ കീ വേ ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിലാണ് കീ വേയിലാണ് നമ്മൾ കീ ഫിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു കീയുടെ പ്രധാന ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് ഉണ്ടായിരിക്കും, ലെങ്ത് ഉണ്ടായിരിക്കും, തിക്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു ഡിസൈൻ ഓഫ് കീയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് കീസ് ഉണ്ട്. മെയിനായിട്ടുള്ള കീസ് സംഘ് കീ, അതുപോലെ വുഡ്രഫ് കീ, ഫെദർ കീ, സാഡിൽ കീ, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് കീയുടെ ഡിസൈനാണ്. അപ്പോൾ നമുക്കൊരു കീ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കറിയണം ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീ ഫിറ്റ് ചെയ്യണത് ഷാഫ്റ്റിൻ്റെ മുകളിലുള്ള കീ വേയിലാണ്. ഇപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുക. ഒന്ന്, കീവേയുടെ മുകളിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് കാരണം അവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ്. ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു സെയിം പ്ലെയിനിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അസ്യൂം ചെയ്യാം ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററുമായിട്ട് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണെന്ന്. ഈ ഫോഴ്സ് കാരണം രണ്ട് സ്ട്രെസ് ഉണ്ടായിരിക്കും, ഷിയറിംഗ് സ്ട്രെസ്സും അതുപോലെ ക്രഷിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കീയുടെ പാരലലായിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സാണ് ഷിയറിംഗ് സ്ട്രെസ്. അപ്പോൾ കീയുടെ പെർപെൻഡിക്കുലറായിട്ട് വരുന്നതാണ് കംപ്രസീവ് സ്ട്രെസ് അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെസ്. ഇനി നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീ ഉണ്ട്, സംഘ് കീ അതുപോലെ വുഡ്രഫ് കീ. അപ്പോൾ ഇനി സംഘ് കീ രണ്ട് ടൈപ്പ് ഉണ്ട്, സ്ക്വയർ കീ ഉണ്ട്, റെക്റ്റാങ്കുലർ കീ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംഘ് കീയിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഡയമെൻഷൻസിൻ്റെ വാല്യൂസ് നോക്കാം. അപ്പോൾ ഒരു സ്ക്വയർ കീ ആണെങ്കിൽ, സ്ക്വയർ സംഘ് കീ ആണെങ്കിൽ സ്ക്വയർ സംഘ് കീയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ്സിന് ഈക്വലായിരിക്കും. സ്ക്വയർ സംഘ് കീയുടെ വിഡ്ത്ത് അതിൻ്റെ തിക്നെസ്സിന് ഈക്വലായിരിക്കും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യണ ഷാഫ്റ്റിന് D/4 ആയിരിക്കും. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു തിക്നെസ് ഈക്വൽ ടു D/4 ആയിരിക്കും ഇതിൽ സ്ക്വയർ സംഘ് കീയിൽ. ഇനി അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ഡിക്ക് ഈക്വലായിരിക്കും. ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ഡിക്ക് ഈക്വലായിരിക്കും. ഇപ്പോൾ W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് ഓഫ് ദി കീ, വിഡ്ത്ത് ഓഫ് ദി കീ ഇൻ mm. T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ thickness of the key in mm. D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ diameter of the shaft in mm. L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ length of the key in mm. അപ്പോൾ നമ്മൾ പറഞ്ഞത് സ്ക്വയർ സംഘ് കീയുടെ ഡയമെൻഷൻസ് ആണ്. ഇനി അടുത്തത് റെക്റ്റാങ്കുലർ സംഘ് കീ ആണ്. ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ സംഘ് കീ ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് D/4 ആയിരിക്കും. വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D/4 ആയിരിക്കും. D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/3 വിഡ്ത്ത് ആയിരിക്കും.
അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/3 വിഡ്ത്തായിരിക്കും. അതായത് D/6 ഈക്വൽ ആയിരിക്കും. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ. ഇനി അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 D തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു സംഖ്യക്കീയിൽ സ്ക്വയർ സംഖ്യക്കീയുടെയും റെക്റ്റാങ്കുലർ സംഖ്യക്കീയുടെയും ഡയമെൻഷൻസ്. സ്ക്വയർ സംഖ്യക്കീ ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് ഈക്വൽ ടു തിക്നെസ് ആയിരിക്കും, അത് ഈക്വൽ ടു D/4 ആയിരിക്കും. ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 D ആയിരിക്കും. റെക്റ്റാങ്കുലർ സംഖ്യക്കീയുടെ വിഡ്ത്ത് D/4 ഈക്വൽ ആയിരിക്കും. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്. തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/3 വിഡ്ത്തായിരിക്കും, അതായത് D/6 ഈക്വൽ ആയിരിക്കും. ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 D ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കീയുടെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് കീയുടെ സ്ട്രെങ്ത്താണ്. സ്ട്രെങ്ത് ഓഫ് ദി നമുക്കറിയാം കീയുടെ മുകളിൽ 2 സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷിയറിങ് സ്ട്രെസ്സും ക്രഷിങ് സ്ട്രെസ്സും. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഷിയറിങ് ആണ്. കൺസിഡർ ഷിയറിങ് ഓഫ് ദി കീ. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കാണാൻ ഫോഴ്സ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടുത്തെ ഫോഴ്സ് ഷിയറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എന്നുണ്ട്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻ ഷിയറിങ് ഇൻറ്റു ഷിയറിങ് സ്ട്രെസ്. അപ്പോൾ നമ്മൾ കീഴിലെ ഷിയറിങ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഷിയറിങ് ഇവിടെയാണ് ഷിയറിങ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? വിഡ്ത്ത് ഇൻറ്റു ലെങ്ത്ത്. വിഡ്ത്ത് W ഇൻറ്റു ലെങ്ത്ത് ഇൻറ്റു ഷിയറിങ് സ്ട്രെസ് ടോ. ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്രഷിങ്. കൺസിഡർ crushing of the ഇപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടി W ഇൻറ്റു L ഇൻറ്റു ടോ, ഏരിയ ഇൻറ്റു ഷിയർ സ്ട്രെസ്. അപ്പം നമുക്ക് ഫോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ആക്ട് ചെയ്യണ സ്ട്രെങ്ത്ത്, അതായത് ടോർക്ക് നമുക്ക് കാണാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ ഈ കീ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക? ഷാഫ്റ്റിലാണ്. അപ്പോൾ ഷാഫ്റ്റിൽ വരുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റേഡിയസ്, അതായത് D/2. അപ്പോൾ ഫോഴ്സിന് പകരം നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം. W ഇൻറ്റു L ഇൻറ്റു ടോ ഇൻറ്റു D/2. ഇതാണ് ഷിയറിങ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ സ്ട്രെങ്ത്ത്. ഇനി നമുക്ക് ക്രഷിങ് കൺസിഡർ ചെയ്യാം. കൺസിഡർ ക്രഷിങ് ഓഫ് ദി കീ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്രഷിങ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള സ്ട്രെങ്ത്താണ്. അപ്പോൾ ക്രഷിങ്ങിൻ്റെ അവിടുത്തെ നമുക്ക് എന്ത് കാണണം? ഫോഴ്സ് കാണണം. ഷിയറിങ്ങിൽ കണ്ട പോലെ തന്നെ ക്രഷിങ്ങിലെ ഫോഴ്സും കാണണം, ക്രഷിങ് ഫോഴ്സ് കാണണം. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു സ്ട്രെസ്, ഏരിയ ഇൻ ക്രഷിങ് ഇൻറ്റു ക്രഷിങ് സ്ട്രെസ്.
അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് ഇൻറ്റു തിക്നെസ് ബൈ 2, അതായത് ഇതിൻ്റെ ഹാഫിലായിരിക്കും എന്ത് ചെയ്യുക ഏരിയ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് ഇൻറ്റു ക്രഷിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ പകുതിയാണ് നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എടുക്കുമ്പോൾ പെർപെൻഡിക്കുലറായിട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലെങ്ത്ത് ഇൻറ്റു തിക്നെസ് ബൈ 2, അപ്പോൾ L ഇൻറ്റു T ബൈ 2 ഇൻറ്റു ക്രഷിങ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ സി. അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെങ്ത് കാണാം. T ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു D ബൈ 2, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു L ഇൻറ്റു T ബൈ 2 ഇൻറ്റു സിഗ്മ സി ഇൻറ്റു D ബൈ 2. അപ്പോൾ നമുക്ക് രണ്ടിലും സ്ട്രെങ്ത് കിട്ടി, ഷിയറിങ് കൺസിഡർ ചെയ്യുമ്പോഴുള്ള സ്ട്രെങ്ത്തും കിട്ടി, ക്രഷിങ് കൺസിഡർ ചെയ്യുമ്പോഴുള്ള സ്ട്രെങ്ത്തും കിട്ടി. ഇനി ഈ രണ്ട് സ്ട്രെങ്ത്തും നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റിംഗ് ബോത്ത് ടി. അപ്പോൾ എത്രയാണ് ഷിയറിങ് കൺസിഡർ ചെയ്യുമ്പോഴുള്ള സ്ട്രെങ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W ഇൻറ്റു L ഇൻറ്റു ടോ ഇൻറ്റു D ബൈ 2 ഇസ് ഈക്വൽ ടു L ഇൻറ്റു ക്രഷിങ്ങിലെ L ഇൻറ്റു T ബൈ 2 ഇൻറ്റു സിഗ്മ സി ഇൻറ്റു D ബൈ 2. നമുക്ക് കോമൺ ആയിട്ടുള്ള എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാം. L അതുപോലെ D ബൈ 2 ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ W ബൈ T ഈസ് ഈക്വൽ ടു സിഗ്മ സി ബൈ 2 ടോ. ഈ റിലേഷൻ കിട്ടും. അപ്പോൾ നമുക്കറിയാം സ്ക്വയർ കീ ആവുമ്പോൾ സ്ക്വയർ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്. വിഡ്ത്ത് സ്ക്വയർ കീ പറയുമ്പോൾ നമുക്കറിയാം വിഡ്ത്ത് ഇസ് ഈക്വൽ ടു തിക്നെസ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ കീയുടെ കേസിൽ സിഗ്മ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, 2 ടോക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ക്രഷിങ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൈസ് ഇൻറ്റു ഷിയറിങ് സ്ട്രെസ്സിന് ഈക്വൽ ആയിരിക്കും, ട്വൈസ് ഷിയറിങ് സ്ട്രെസ്സിന് ഈക്വൽ ആയിരിക്കും. സ്ക്വയർ കീയിൽ വിഡ്ത്ത് ഇസ് ഈക്വൽ ടു തിക്നെസ് ആണ്, അതുപോലെ സിഗ്മ ഇസ് ഈക്വൽ ടു 2 ടോ ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയേണ്ട മെയിൻ ഇക്വേഷൻസ് ആണ്. ഷിയറിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെങ്ത് അറിയണം, അതേപോലെ ക്രഷിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെങ്ത് അറിയണം. ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് കീ ഡിസൈൻ ചെയ്യാറ്. അപ്പോൾ ഒരു കീ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഡയമെൻഷൻസ് ആണ്. സ്ക്വയർ കീ ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് തിക്നെസ്സിന് ഈക്വലാണ്, വിഡ്ത്തും തിക്നെസ്സും D ബൈ 4 ഈക്വലാണ്. D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ, T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്നെസ്, കീയുടെ തിക്നെസ്, W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീയുടെ വിഡ്ത്ത്. ഇനി അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 D ആണ്. ഇനി റെക്റ്റാങ്കുലർ കീ ആണെങ്കിൽ, റെക്റ്റാങ്കുലർ സംഖ്യ കീ ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D ബൈ 4 ഈക്വലാണ്. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഇൻ mm. ഇനി അതിൻ്റെ തിക്നെസ്, കീയുടെ തിക്നെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D ബൈ 6 ഈക്വലാണ്, അല്ലെങ്കിൽ 2/3 W ഈക്വലാണ്, 2/3 വിഡ്ത്തിന് ഈക്വലാണ്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 D ഈക്വലാണ്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. ഷിയറിംഗ് ആണ് കൺസിഡർ ചെയ്യുമെങ്കിൽ, ഷിയറിങ്ങിന് കൺസിഡർ ചെയ്യുമ്പോൾ ഷിയറിങ്ങിൻ്റെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W ഇൻറ്റു L ഇൻറ്റു ടോ ആണ്. അതിന് സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W ഇൻറ്റു L ഇൻറ്റു ടോ ഇൻറ്റു D ബൈ 2 ആണ്. ഈ ക്രഷിങ്ങിൻ്റെ കേസിൽ അതിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L ഇൻറ്റു T ബൈ 2 ഇൻറ്റു സിഗ്മ സി. ഇനി അതിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L ഇൻറ്റു T ബൈ 2 ഇൻറ്റു സിഗ്മ സി ഇൻറ്റു D ബൈ 2. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഒരു കീയിൽ ഇൻഡ്യൂസ് ചെയ്യണ ഷിയറിങ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2TLWD. T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ടോർഷൻ, L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീയുടെ ലെങ്ത്ത്, W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീയുടെ വിഡ്ത്ത്, D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫ്റ്റ് ഡയമീറ്റർ. ഇനി കീയിൽ ആക്ട് ചെയ്യണ അല്ലെങ്കിൽ കീയിൽ ഇൻഡ്യൂസ് ചെയ്യണ ക്രഷിങ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4T ഡിവൈഡഡ് ബൈ L ഇൻറ്റു T.
ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത്ത്, എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീയുടെ ലെങ്ത്ത്, ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീയുടെ തിക്നെസ്, ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കീ ഡിസൈൻ ചെയ്യുക. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.